ചിക്കൻ ഹക്ക നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പേ ഇത് സിമ്പിൾ റെസിപ്പിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമായ എന്താണെന്ന് ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസസ് ആയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അതല്ല നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓംലെറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാബേജ്, നീളത്തിലരിഞ്ഞ ക്യാബേജ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തിന്നായി അരിഞ്ഞ ക്യാരറ്റ്, അത് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒനിയൻ, സ്പ്രിങ് ഒനിയൻ അല്ലാണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിയില യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ്. പിന്നെ സോസസ് ആണ്, സോയാ സോസും റെഡ് ചില്ലി സോസും. അപ്പോൾ റെഡ് ചില്ലി സോസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഹക്ക നൂഡിൽസാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമായ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റാം. ഉള്ളി ഏകദേശം ഒന്ന് ലൈറ്റായി കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ആ സമയത്ത് തന്നെ ആവശ്യമായ ഉപ്പും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി വഴറ്റി 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് പിന്നെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ നൂഡിൽസ് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ബാക്കി വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല. ഇനിയിപ്പോൾ വെജ് നൂഡിൽസാണ് വേണ്ടതാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ചിക്കന് പകരം സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വെജിറ്റേറിയൻകാർക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാത്തവർക്ക് ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നന്നായി ഒന്ന് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അപ്പോൾ നന്നായി ഒന്ന് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാട്ടർ ഒന്ന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായി. എല്ലാം ഹൈ ഫ്ലെയിമിലാന്ന് വെച്ചാണെങ്കിൽ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഓംലെറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഓംലെറ്റും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും റെഡ് ചില്ലി പൗഡറും പിന്നെ
കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഈ മസാല യൂസ് ചെയ്തില്ല. കാരണം ഞാനിവിടെ ഇതിൻ്റെ നൂഡിൽസിൻ്റെ മസാല തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് അവസാനമാണ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തത്. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസും ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഓംലെറ്റും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചാൽ നൂഡിൽസ് ആഡ് ചെയ്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നൂഡിൽസ് ഇതിലേക്ക് ഇടുമ്പോൾ കുറേശ്ശെയായിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ ഈ നൂഡിൽസിന് പിന്നെ ഇതിലേക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലേറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെയിം ഇതിൽ റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഞാനിതിലേക്ക് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നത്. ഹക്ക നൂഡിൽസിൻ്റെ തന്നെ മസാലയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. മസാല ഇട്ട് കൊടുത്തു. ഇത് നന്നായി ഇളക്കി ഒന്ന് ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നൂഡിൽസ് കഴിക്കണമെന്ന് തോന്നിയാൽ സാധാൻ പറ്റുന്നതേ ഉള്ളൂ നൂഡിൽസ്. അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എല്ലാ മസാലയും എല്ലാം കൂടി ഒന്ന് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.